രണ്ടുപേരും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ജോർജ് കുട്ടിക്കും സൂസനുമുള്ള 3 മക്കളിൽ മൂത്ത മകനായ ജോയലിനെ പിതാവിനോടൊപ്പവും ഇളയ പെൺമക്കളായ സേറയെയും ട്രീസയെയും അമ്മയായ സൂസനുമൊപ്പവും പോകാൻ ഈ കോടതി അനുമതി നൽകുന്നു. ഈ ഹർജിയിൽ ജോർജ് കുട്ടിക്കും സൂസനും വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. ഒന്നുമില്ല ട്രീസേ, വാ നമുക്ക് വീട് വരച്ച് കളിക്കാം. എന്റെയും കളിക്കാൻ കൂട്ടുമോ? നമുക്ക് ഈ വാടക വീട്ടിൽ നിന്ന് എന്നാണോ സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറാൻ പറ്റുക? ദൈവം നമുക്കൊരു വീട് തരും. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ചേട്ടായി. ദൂരെ ഒരു മലഞ്ചെരുവിൽ ഒരു പള്ളിക്കടുത്തായി നിറയെ പൂക്കളും ചിത്രശലഭങ്ങളുള്ള വീട്. അതെ, രാവിലെ എഴുന്നേറ്റ് എന്നും പള്ളിയിൽ പോയി ഈശോയോട് പ്രാർത്ഥിക്കണം. ഓ, എന്ത് രസമായിരിക്കും ചേട്ടാൻ്റെ അടുത്ത് കയ്യും പിടിച്ച് മഞ്ഞത്ത് ചേട്ടാനെയും ചേച്ചിയും കൂട്ടി പോകുന്നത്. എൻ്റെ ഈശോയെ, പപ്പയും മമ്മിയും തമ്മിലുള്ള വഴക്കെല്ലാം തീരണേ. ഇല്ല സാറാ, പപ്പയും മമ്മിയും പിരിയാൻ പോവുക. പപ്പ ഇന്നലെ വല്യമ്മച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളെ കൂട്ടാൻ മമ്മി ഒന്ന് പുറത്തു നിൽക്കുന്നു. ഇനി നിങ്ങളെ മമ്മീന്റെ വീട്ടിലായിരിക്കും താമസം. എനിക്ക് ജോലിയും തിരക്കുമായിട്ട് ഒട്ടും സമയമില്ല. മക്കളെ ശരി, മമ്മി ഒന്ന് പുറത്തു നിൽക്കുന്നു. ജോയലെ, എനിക്ക് മക്കളെ കാണാൻ ആഗ്രഹമുണ്ട്. എനിക്കിപ്പോ നിന്നെ ഓർത്താൻ സങ്കടം. നീ എത്ര നാളായി എന്നോടൊന്ന് സംസാരിച്ചിട്ട്, ഒന്ന് ചിരിച്ചിട്ട്, നേരാവണ്ണം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട്. എനിക്കറിയാൻ പറഞ്ഞു നിന്റെ വിഷമം. ഈ വീട് ഒരു സ്വർഗമായിരുന്നു. നിറയെ കളിച്ചിരികൾ നിറഞ്ഞ ഒരിടം. ഞാനും നിന്റെ മമ്മിയും കുറച്ചുകൂടി വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നെങ്കിൽ ആ സ്വർഗം ഇന്നും നിലനിന്നു. വസ്ത്രത്തിലെ തിരക്കുടുപ്പം പോയി, എല്ലാം കൈവിട്ടു പോയി. എല്ലാം എന്റെ കോംപ്ലക്സ് കാരണമായിരുന്നു. പണത്തിനോടുള്ള നിന്റെ ആർത്തി കാരണമായിരുന്നു. ദൈവമേ, എന്നിട്ട് ഞാനിത് എന്ത് നേടി? അപ്പ, എനിക്ക് സേറയും ട്രീസമോളും കാണാൻ കൊതിയായി. എനിക്ക് മമ്മിയോട് സംസാരിക്കണം. നാളെ ഞായറാഴ്ചയല്ലേ, നാളെ നമുക്ക് മമ്മിയുടെ പള്ളി. ഒരുപക്ഷെ നമുക്ക് സേറാമോളെയും ട്രീസമോളെയും കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്. ട്രീസ, എനിക്ക് ചേട്ടായി ഒത്തിരി മിസ് ചെയ്യുന്നു. എനിക്ക് ചേട്ടായും പപ്പയും കാണാൻ. മമ്മി, പപ്പയുടെ കൂടെ നമുക്ക് വീട്ടിൽ പോകാം.